ഓർഗനൈസേഷൻ സെറ്റിംഗ്സിന് ശേഷം ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന സെക്കൻഡ് ഓപ്ഷനാണ് ബ്രാഞ്ചസ്. ഈ ഒരു ബ്രാഞ്ചസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് HOയുടെ അണ്ടറിൽ വരുന്ന ഒരു ന്യൂ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസിൻ്റെ സെറ്റിംഗ്സിനെല്ലാം വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ചസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രാഞ്ച് സെർച്ച് പേജാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ബ്രാഞ്ച് സെർച്ച് പേജിൽ ഒരു ന്യൂ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനും സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ ബ്രാഞ്ച് നെയിം, ഓരോ ബ്രാഞ്ചിൻ്റെയും അഡ്രസ്സ്, ഏത് ഇമെയിൽ ഐ ഡിയിലാണ് ഓരോ ബ്രാഞ്ചും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ, ബ്രാഞ്ച് രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ ഓരോ ബ്രാഞ്ചസിൻ്റെയും സ്റ്റാറ്റസ് നമുക്ക് ആക്റ്റീവ് ആണോ ഇന്നാക്റ്റീവ് ആണോ എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. ഇന്നാക്റ്റീവ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് എല്ലാം റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഇന്നാക്റ്റീവ് ബ്രാഞ്ചസ് ആണ്. നെക്സ്റ്റ്, ഓരോ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെയും റൈറ്റ് സൈഡിൽ ഒരു വ്യൂ ഐക്കൺ കാണാം. ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിൻ്റെ ഫോം ആയിരിക്കും ഓപ്പൺ ആകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ഐക്കൺ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എഡിറ്റ് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, മറ്റ് മെനൂസ് ഏതൊക്കെയാണ് ഈ ഒരു ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ച് നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ ഐ ഡി, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ ബേസിസിലായിരിക്കും ബ്രാഞ്ച് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ച് നെയിം എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ ബ്രാഞ്ച് ആണ്. ഒരു ന്യൂ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ആഡ് ന്യൂ ബ്രാഞ്ച് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആഡ് ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ബ്രാഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് മാസ്റ്റർ എന്നുള്ള ഫോം ആണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ച് നെയിം, അതുപോലെ തന്നെ ബ്രാഞ്ച് രജിസ്റ്റേർഡ് നെയിം. നെക്സ്റ്റ് വരുന്നത് ബ്രാഞ്ച് അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിനുശേഷം കൺട്രി ആൻഡ് സ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ട്രീറ്റ് ആൻഡ് പിൻകോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഏത് യൂസറിൻ്റെ ഐ ഡിയിലാണോ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് ആ യൂസറുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ യൂസറുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. അതിനുശേഷം ആക്റ്റീവ് ഓർ ഇന്നാക്റ്റീവ് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ആക്റ്റീവായിട്ട് സേവ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ഇന്നാക്റ്റീവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അൺമാർക്ക് ചെയ്യുക. അൺമാർക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ച് ഇന്നാക്റ്റീവായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബ്രാഞ്ച് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രാഞ്ച് സെർച്ച് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമ്മൾ സേവ് ചെയ്ത ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ബ്രാഞ്ച് സെർച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.